ചിലപ്പോൾ ചിലയിടത്ത് എല്ലാം ഉടഞ്ഞു വീഴും, ചിലപ്പോൾ അതങ്ങനെ വരും, ചിലപ്പോൾ പരിക്കില്ലാതെ പോകും. കലാകാരൻ എന്ന് പറയുന്ന നാടകം പരിപാടി എന്നെല്ലാം പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ എന്റെ ചിരിക്കാത്ത ഒറ്റ ഫോട്ടോ ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ കനൽ കത്തുക. സത്യം. മേക്കപ്പ് വേണോ? വേണ്ട, മേക്കപ്പ് ഒന്നും ചെയ്യണ്ട. മേക്കപ്പ് ഇത് തന്നെ ബെസ്റ്റാണ്. കോസ്റ്റ്യൂം നല്ലതല്ലേ? ഇത് ഒന്നുമില്ല. അയാളൊരു പേരിട്ട് വെച്ചേക്കും കഥാപാത്രത്തിന്. അത് ഒരു അഭിമാനം പോലെ പൈസ ഒന്നും കിട്ടാനൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പലപ്പം റെയിൽവേ സ്റ്റേഷന് സ്ഥിരം കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനൊക്കെ സ്ഥിരം കിടക്കുന്ന നമ്മുടെ ഏരിയ ഉണ്ട്. ഈ ഓട്ടോറിക്ഷയിൽ കയറ്റിട്ട് ഓടിച്ചു ഞാനൊക്കെ ഓട്ടോറിക്ഷ അറിയില്ല. എങ്ങനെ പോയിന്ന് അറിയാം. ഞാൻ ഇന്ദ്രസേട്ടൻ എന്ന് പറഞ്ഞ താരമൂല്യ മനുഷ്യൻ. മൊബൈല് തോണ്ടലും ഇല്ല. ഇപ്പം മൊബൈലൊന്നും മാറിയല്ലോ ചേട്ടാ. ഇപ്പം ഭയങ്കര സെറ്റപ്പായി. വലിയൊരു അപകടം പറ്റിയാണ്. തെറിച്ച് വീണ് സ്പൈനൽ കോഡ് ഓപ്പറേഷൻ ചെയ്തതാണ്. നമ്മളെങ്ങനെയൊക്കെ മാറ്റി വെച്ച് പറ്റിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു സത്യം പറഞ്ഞോട്ടെ. കടന്നു കഴിഞ്ഞാല് കലാകാരന്റെ ഒരു അവസ്ഥ ഭയങ്കര കാഴ്ചക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ സെൽഫി എടുക്കും, ഫോട്ടോ എടുക്കും, സംഭവം അടിപൊളി ആഘോഷം. കടന്നു കഴിഞ്ഞാൽ തീർന്നാണ്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ. ആ രണ്ടുപേരും ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ്. രണ്ടുപേർക്കും സ്വാഗതം. ചേട്ടാ, മറ്റൊരു സിനിമ അല്ലേ, കുണ്ടല പുരാണം. പേര് തന്നെ കൗതുകമാണല്ലോ അല്ലേ? എന്താണ് ഈ പുരാണം? കുണ്ടലത്തിനെ സംബന്ധിച്ചുള്ളൊരു പുരാണം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ നമ്മൾ ഈ വേനൽ സമയത്ത് വെള്ളം പറ്റുന്ന ആ വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു ഗ്രാമത്തിലെ കഥയാണെന്നാണ്. ഒരു ഗ്രാമത്തിലുള്ള ഒരു കഥ അല്ലേ? അതൊരു കാസർഗോഡ് സ്ലാങ്ങിലാണ് പിടിച്ചിരിക്കുന്നത് അല്ലേ? ഈ കാസർഗോഡ് സ്ലാങ്ങിൽ കുറേ സിനിമകൾ ഈ ഇടയ്ക്ക് ഇറങ്ങുന്നുണ്ട്. ആ ഒരു സ്ലാങ് പിടിക്കാൻ ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെയാണ്? അല്ല, ഞാൻ ശരിക്കും അവിടുത്തെ ഉള്ളൊരു ക്യാരക്ടറല്ല, വരുത്തന. അവിടെ ചെന്ന് ചേർന്ന ഒരാളാണ്. കാസർഗോഡ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് പിന്നെ അങ്ങനെ പിടിക്കേണ്ടി വന്നു. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത് ചേട്ടാ? ഇത്തരം ഒരു സബ്ജക്റ്റ് ഒരു പ്രദേശത്തൊക്കെ, ഉൾപ്രദേശത്തെ ഗ്രാമങ്ങളിലൊക്കെ സംഭവിക്കാവുന്ന അത്രയും ജെന്യുവനായിട്ട് തോന്നിയൊരു വിഷയമാണ്. സംഭവിക്കുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ തോന്നും. അങ്ങനെ തന്നെയായിരുന്നു. നമ്മളവിടെ ജീവിക്കുകയാണ് അല്ലെ? ഒരു അഭിനയത്തിനപ്പുറം നമ്മൾ ജീവിക്കുകയാണ്. അനുഭവങ്ങളാണല്ലോ അവിടെ പങ്കുവയ്ക്കുന്നത് അല്ലേ? ഇത്തരം ഒത്തിരി സബ്ജക്ട് എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ ചേട്ടൻ ഒത്തിരി സിനിമകൾ ചെയ്ത് വരുന്ന ഒരാളാണ്. പല എക്സ്പീരിയൻസും ഉണ്ട്. ഇത്തരം ഒരു സബ്ജക്റ്റ് കേട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്രാമ പശ്ചാത്തലത്തിൽ ഒരു സിനിമ അവിടെ തന്നെ ചിത്രീകരണം പുരോഗമിച്ച് കുറേ ആർട്ടിസ്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ മനസ്സിൽ ഓടിയെത്തിയ ഒരു കൗതുകകരമായ ഒരു ചിന്താഗതി ഉണ്ടോ? പല ലൊക്കേഷനിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇവിടെ എത്തുമ്പോൾ ഒരു ലൊക്കേഷനിൽ എത്തിക്കുമ്പോൾ മറ്റൊരു ചിന്താഗതി വരും. അങ്ങനെ ഓടിയെത്തിയ ഒരു ഓർമ്മ എന്തായിരിക്കും? ഇവരുടെ ഈ ഒരു കുടുംബശ്രീ പ്രവർത്തകരെ പോലെ കുറേ പേരുണ്ട്. അവരൊക്കെ ഞാൻ വിചാരിച്ചു അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുകയാണെന്നാണ് വിചാരിച്ചോ. കുറേ കഴിഞ്ഞു പലരും പരിചയപ്പെടുകയും അവരൊക്കെ അവിടെ ഉള്ളവരാണ്. ആദ്യം ഒന്നും അടുക്കാതെ ആദ്യമൊക്കെ അന്ന് നിന്നിട്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ അവരൊക്കെ വേറെ വലിയ പൊസിഷനിലൊക്കെ ഉണ്ട്. ജുവലറി ഉടമയും പ്രിൻസിപ്പളും അധ്യാപിക അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരൊക്കെയാണ് കുടുംബശ്രീ പ്രവർത്തനമൊക്കെ ആയിട്ട് അവരൊക്കെ അത്ര നീറ്റായിട്ട് കാര്യമായിട്ട് ഇവരൊക്കെ ചെയ്തു പോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡയറക്ടറൊക്കെ കൂട്ടുകാരും ഒക്കെയാണ്. അങ്ങനെ ഒരു കണക്ഷൻ. പിന്നെ അന്നൂര് ബാബുവിൻ്റെ പോലത്തെ നാടക പ്രവർത്തകരും നടന്മാരും അങ്ങനെ ഒരു വലിയ കൂട്ടുണ്ട്. ഉണ്ണിയുടെയൊക്കെ കൂട്ടുകാർ തന്നെയാണ്. അതെനിക്ക് പിന്നെ ഓരോരുത്തരെയും ഒന്ന് വിഷയപ്പെടുന്ന കൈയെടുക്കുമ്പോൾ ഒന്ന് പേടിക്കണം, ഇവരാരും അറിയില്ലല്ലോ. നമ്മള് സാധാരണ ആൾക്കാർ ആണെന്ന് ഓർത്തത് അവരൊക്കെ വലിയ വലിയ മലയാളിമാരൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്, വലിയ പൊസിഷൻ ഉള്ളത്. പക്ഷെ അവരുടെ അപ്പൊ അതിനകത്തുള്ള വ്യത്യാസമുണ്ട്. അവർ അഭിനയിക്കാൻ ആഗ്രഹവും അഭിനയിക്കാൻ കഴിവുള്ളവരെ ആയിരിക്കുമല്ലോ സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് ഇന്ദ്രൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അത്രയും അതിൽ ഇത് അഭിനയിക്കേണ്ടതല്ല, അത് അതിൻ്റെ ഒരു ഇടപെടലാണെന്നൊക്കെ അത്രത്തോളം സിനിമയെക്കുറിച്ച് ധാരണയുള്ളത് കൊണ്ടാണ് അവർക്ക്. നാടകമൊക്കെ കണ്ട് അവര് നമ്മൾ ആദ്യം കാണാത്ത ഇപ്പോഴും വലിയ തുകയ്ക്കൊക്കെ ടിക്കറ്റ് വെച്ച് നാടകം കളിക്കുന്നുണ്ട് അവിടെയൊക്കെ. ആ ഏരിയയിലൊക്കെ ഇപ്പോഴും നാടകത്തിന് അത്രയും വലിയ ടിക്കറ്റൊക്കെ വെച്ചാൽ നാടകം കളിക്കാറ്. അപ്പോൾ അതിന് തന്നെ ടിക്കറ്റ് കിട്ടില്ല, എനിക്കിതില്ല, എനക്കൊന്നും വെച്ചേക്ക് എന്നൊക്കെ അവർ തമ്മിൽ ബാബുവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞേക്കാം. അടുത്ത കളിക്ക് കേട്ട എന്നെ എന്നുവെച്ചാൽ അത്രയും ഫുള്ളാണ്. അപ്പോൾ അത്ര നാടകത്തെ സ്നേഹിക്കുന്നവരാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം അവർ സംസാരിക്കുന്ന രീതി ഇന്ദ്രൻ ചേട്ടൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് നമുക്ക് കൂട്ടുകാർ ഒരുപാട് നേരത്തെ ഉണ്ടായിരുന്നു. സംസാരിക്കുമോ ഇന്ദ്രൻ ചേട്ടൻ അങ്ങനെ? വേണ്ടി വരുന്നെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുന്നത് മാത്രം. ശ്രദ്ധിച്ചോളേ.
ഇത് നമ്മൾ കുറെ ആയി ഇങ്ങനെ സംസാരിക്കണം ആഗ്രഹിക്കണം എന്നൊക്കെ ഉണ്ടല്ലേ? യാദൃശ്യമായിട്ട് വന്നതാണ് സിനിമയിലേക്ക്. അങ്ങനെ ഈ ഒരു പടത്തില് ഒരു മോളൂസ് പറഞ്ഞ കഥാപാത്രമാണ്. ഇന്നൽ ചേട്ടന്റെ കൂടെ തന്നെയാണ്, ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട്. അപ്പൊ നമ്മളെ ഇപ്പം ആടയിടയിലൊക്കെ വേഷം ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ മുഴുനീള വേഷം കുറച്ച് കുറവാണ് ചെയ്തത്. അപ്പോൾ ഇതില് ത്രൂട്ടായിട്ട് വേഷം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ നാട്ടിൽ തന്നെയാണ് ഷൂട്ട്. ഒരു നമ്മുടെ വീടും നമ്മളൊരു 10-20 മിനിറ്റ് ദൂരെ ഇല്ലും. പിന്നെ അടുത്ത നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ പ്രത്യേകത വെച്ചാല് ഒരു കിണറിലെ വീട് ഇപ്പോൾ ഉണ്ട്. അവിടെ നിന്ന് കിണറില്ലെങ്കിലും ഒരു ദിക്കിൽ കിണർ, അവിടെ തന്നെ വെള്ളം കോരാൻ വരുന്ന സംഭവം ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ കുറച്ച് കുറഞ്ഞാണെങ്കിലും ഒരു 5-10 കൊല്ലം മുമ്പ് എല്ലാം ഇപ്പം നമ്മളെല്ലാം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ അതിന്റെ പ്രത്യേകത വെച്ചാല് ആ ഭാഗത്തെല്ലാം വരുമല്ലോ. അപ്പൊ അങ്ങോട്ടും ഇവിടെ കൂട്ടായ്മ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മളെ ഈ വീട്ടിലൊരു സാധനം കുറവുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു അരിയോ അല്ല എന്തെങ്കിലും പഞ്ചസാരോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പുറം പോണിച്ചും ഇത് അപ്പുറം കൊടുക്കുന്ന സംഭവം ഇപ്പവും നിലനിൽക്കുന്നുണ്ട്. കയ്യാല മാത്രമല്ല, നാട് ഇപ്പവും ഉണ്ട് നമ്മുടെ നാട്ടില്. കയ്യാല മണ്ണിന്റെ ചെറുതിട്ടിട്ട് സീമൊക്കെ നില കുഴിച്ചിടുന്ന സംഭവം ഇപ്പവും നമ്മുടെ നാട്ടില് ഇഷ്ടം പോലെ ഉണ്ട്. കാസർഗോഡ് ഏരിയ അങ്ങനെയാണ് ഇപ്പവും വന്നത്. അപ്പോൾ നന്മയും സ്നേഹവും ഉണ്ട്. ഉറവറ്റാത്ത കിണറാണ്. അപ്പം ആടെ നന്മയിലൊരു വേണോട്ടനും ആ ചുറ്റുപറ്റിലെ കുറേ ആൾക്കാരും ഒരു സ്നേഹമില്ല ബന്ധങ്ങളും. പിന്നെ കുടുംബശ്രീ പെണ്ണുങ്ങളെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. അല്ലെ പുതിയ ആൾക്കാരാണ് കൂടുതലും അഭിനയിച്ചതൊക്കെ. അപ്പോൾ അഭിനയിക്കേണ്ടി വന്നിട്ട് എല്ലാവരും അവർ ചെയ്യുന്ന പരിപാടി തന്നെ ആണ് അടുത്തത്. ഈ നന്മ പറ്റാത്ത വേണു, അതെ, അത് ആ സിനിമ പോലെയല്ല, ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് സത്യം. അതെ അതെ, കൂടെ അഭിനയിക്കാൻ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പൊ വേണു ചെയ്തിട്ടുണ്ടല്ലോ. വേണുട്ടനെ ഇപ്പൊ അടുത്ത പടത്തിലും ഇറങ്ങാമെന്ന പടത്തിലും കനകരാജ്യത്തിലും കൂടെ ഉണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അല്ല ഇതിനു മുമ്പേയും 3-4 പടത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ദ്രൻ ചേട്ടനും നമ്മൾ വലിയ എന്താ ഏതോ കാലം ഒരു കാണുന്ന നമ്മുടെ സിനിമയില് നമ്മളിപ്പോൾ അടുത്ത കാലത്ത് വന്നല്ലേ. ഇന്ദ്രൻ ചേട്ടൻ 10-30 വർഷം മുമ്പ് നമ്മൾ പടത്തിൽ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തമാശയാണ് തമാശ. ഇപ്പൊ പിന്നെ ഇപ്പൊ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ ഏകദേശം എല്ലാ പടവും കണ്ടിട്ടുണ്ടാകും. തോന്നുന്നു കാണാത്ത പടം കുറവാണ്. അന്ന് ഇപ്പോഴാണ് കുറച്ച് പടം കാണാതെങ്കിലും പണ്ട് എല്ലാ പടവും കാണുന്ന ആൾക്കാരല്ലേ നമ്മളെല്ലാം. കൂടുതലും തിയേറ്റർ മാത്രമല്ല, ഓൺലൈൻ ഓൺലൈനും കാര്യങ്ങളും കാണാൻ ശ്രമിക്കുന്നത്. എന്തായാലും നല്ല സിനിമയുടെ ഭാഗമാകുന്നു തീർച്ചയായും അല്ലെ? അതിന്റെ ഒരു സന്തോഷം മുഖത്തുണ്ട്. വലിയ സന്തോഷമാണ്. നല്ല പടത്തിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. മാത്രല്ല ഞാൻ നിങ്ങളെ ഇങ്ങനെ കാണാൻ വേണ്ടി വിചാരിക്കുക. അപ്പൊ നിങ്ങളെ കൂടെ നമുക്ക് എനക്കൊരു പ്രൊമോഷൻ കിട്ടിയ പോലെയാണ് ഇന്റർവ്യൂ. ഞാൻ കുറെ ഇന്റർവ്യൂ ചെയ്ത് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളെ കണ്ട് നിങ്ങളോടൊപ്പം സംസാരിക്കണം. ഞാൻ ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ചില നിമിത്തങ്ങൾ ഉണ്ടാവില്ലേ. അതായിരിക്കും ഈ ദിവസവും. പിന്നെ ഇന്ദ്രൻ ചേട്ടനൊപ്പം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെ ഇരുന്നിട്ടില്ല, അഭിനയിച്ചു പോയിട്ട് ഒരിക്കലും ഇരിക്കാൻ പറ്റിയിട്ട. അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും അതും ഒരു എൻ്റെ ഒരു യാത്രയിലെ എൻ്റെ ഊർജ്ജവും എൻ്റെ പ്രൊമോഷനായിരിക്കാം. തീർച്ചയായിട്ടും. ഇന്ദ്രൻ ചേട്ടാ, ഈ ഉണ്ണിയെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതല്ലേ, എത്രയോ നമുക്ക് മിനി സ്ക്രീനിൽ കണ്ട് നമ്മൾ കയ്യടി വാങ്ങുന്ന ആളാണ്. നിങ്ങൾ നമ്മൾ കുറേ സിനിമകൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഈ ഒരു യാത്രയിൽ എപ്പോഴും കൂടെ കൂട്ടാവുന്ന സുഹൃത്തുക്കൾ വളരെ ചുരുക്കമായിരിക്കും എല്ലാവർക്കും, അല്ലേ? എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു സുഹൃത്ത് വലത്ത് നിങ്ങൾ കുറേ സിനിമയിൽ അഭിനയിച്ചു. ഇപ്പൊ പറഞ്ഞൊരു വാക്കാണ്, ഇങ്ങനെ ഒന്ന് ഒരുമിച്ചിരുന്ന് ഇന്റർവ്യൂ നടത്താൻ ഇന്ന് വേറെ സിനിമയിൽ ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല, അഭിനയിച്ചു പോകുന്നു. അതൊക്കെ ഒരു മനസ്സിൽ തട്ടി പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇന്ദ്രൻ ചേട്ടൻ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് ഈ ഒരു ആക്ടറെയാണ് ഞാൻ എനിക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യമായിട്ട് ഇവിടെ വെച്ച് കണ്ടാൽ വിളിക്കാനോ അല്ലെങ്കിൽ കൂടെ കൂട്ടാനൊക്കെ എങ്ങനെയോ ഒരു അടുപ്പം തോന്നും ഉണ്ണിയെ കാണുമ്പോഴത്തേക്ക്. അങ്ങനെ പ്രത്യേകിച്ച് ഒരു നടനായിട്ട് തോന്നൂല, ചില കൂട്ടുകാരെ കാണൂല, അതുപോലെ ആ ഒരു ബന്ധമാണ് അല്ലേ? ആ ഒരു ബന്ധം. ഇന്ദ്രൻ ചേട്ടൻ ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഒത്തിരി സിനിമകൾ ചെയ്ത് പോകും തോറും വീണ്ടും ക്യാരക്ടറുകൾ മാറുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ്റെ ഗെറ്റപ്പുകൾ മാറിയ സിനിമകൾ എനിക്കെപ്പോഴും ഇന്ദ്രൻ ചേട്ടൻ്റെ ഗെറ്റപ്പ് മാറിയ സിനിമ ഉടൽ തന്നെയാണ് എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ സിനിമ. അത് തന്നെയാണ്, അതൊരു വേറെ ലെവൽ സിനിമയാണ്. അത്തരമൊരു കഥാപാത്രങ്ങൾ വീണ്ടും ഇന്ദ്രൻ ചേട്ടനെ തേടി വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കഥാപാത്രങ്ങൾ തേടി വന്നിട്ടുണ്ടോ? ആ രീതിക്ക് ഒരു മൂടുള്ള കഥാപാത്രം ചില കഥാപാത്രങ്ങൾ ക്യാരക്ടറൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നതല്ല, മേക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു അതിൻ്റെ കഴിവ് വേറെയാണ്. അതൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഓരോ സിനിമയും വരുമ്പം വ്യത്യാസമുള്ളൊരു കഥാപാത്രവും ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടിട്ടൊക്കെയാണ് പോണത്. ചിലപ്പോൾ ചിലയിടത്ത് എല്ലാം ഉടഞ്ഞു വീഴും, ചിലപ്പോൾ അതങ്ങനെ വരും, ചിലപ്പോൾ പരിക്കില്ലാതെ പോകും. അങ്ങനെയൊക്കെയാണ് എല്ലാം എല്ലാ ആവേശത്തോടെ തന്നെയാണ് തുടങ്ങുന്നത്. വരുന്നുണ്ട്. ഇന്ദ്രൻ ചേട്ടൻ പഴയ സ്വഭാവത്തിൽ നിന്ന് ഇപ്പോഴും മാറ്റം സംഭവിച്ചിട്ടില്ല എന്ന വിഷയത്തിൽ, ഇപ്പോഴും പൈസയുടെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഭയങ്കരമായിട്ടൊരു വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടോ?
ഇച്ചിരിയൊക്കെ ബലം പിടിക്കുന്നുണ്ട്. ബലം പിടിക്കുന്നുണ്ട് ഇച്ചിരിയൊക്കെ. എല്ലാവരും രക്ഷയില്ല. നമ്മളൊന്ന് വിട്ടുവീഴ്ച കഴിഞ്ഞാൽ പിന്നെ നമ്മളിലേക്ക് തന്നെ കയറുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഇച്ചിരി ബലം പിടിക്കുന്നുണ്ടല്ലേ? അല്ല, അത് വേണ്ടേ? ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വേണ്ടേ? വേണം. എന്നാലും വേണ്ടതും നമുക്കറിയാം, എല്ലാത്തതും അറിയാമെന്നുള്ള രണ്ടും തിരിച്ചറിയാം. അങ്ങനെ ചെയ്യുന്നുണ്ട്. ഈ കഥകൾ കേട്ട് കഴിയുമ്പോൾ പല കഥകളും വേണ്ട എന്ന് വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ദ്രൻസേട്ടൻ. എനിക്കത് വേണ്ട, ഞാൻ ചെയ്ത് തൃപ്തിയാവില്ല, എനിക്ക് തന്നെ സ്വയം തോന്നുന്നു, അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് ഇന്ദ്രൻസേട്ടൻ? അങ്ങനെ അത്രത്തോളം ധാരാളമായിട്ട് സിനിമയിൽ നമുക്ക് വരാറില്ലല്ലോ ആണ്. അപ്പം അതിൽ ഇത് ഞാൻ കുറേ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പറഞ്ഞിട്ടും അല്ല ഇത് നമ്മൾ മേഖല മാറുമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും വശമതിനായി പോകും. അതുപോലെയല്ല ഇതെന്നൊക്കെ പറയും, വ്യത്യാസമൊന്നും വരില്ല. അത് കറക്റ്റ് മറുപടി ആവട്ടെ. വീണ്ടും അതിൽ നമ്മൾ പെട്ടുപോവാണ് അല്ലേ? വന്നു കഴിയുമ്പോൾ ഒന്നും ആവുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഒഴിവാക്കിയിട്ടൊന്നുമില്ല. വരുന്ന അത്രയ്ക്കൊക്കെ തന്നെ നമുക്ക് വരുന്നത് പോവാതിരിക്കാനാണ് നോക്കുന്നത്. എങ്ങനെയെങ്കിലും ഒന്നും പോവാണ്ട് ചാടി പോവാണ്ട്. ഇന്ദ്രൻസേട്ടൻ തന്നെ അഭിനയിക്കണം, അത് വേറെ ആരും അഭിനയിച്ചാകുന്നില്ല. പല ആർട്ടിസ്റ്റുകളും വേറെ ആളുകൾ അഭിനയിച്ചാലാവുന്നു. പക്ഷെ ഇന്ദ്രൻസേട്ടൻ്റെ കഥാപാത്രം ഇന്ദ്രൻസേട്ടൻ തന്നെ വിധിച്ചതായിട്ടാണ് ഞാനൊക്കെ കണ്ടിരിക്കുന്നത്. ഞാൻ എത്രയും നാളുകൊണ്ട് സിനിമകൾ കണ്ടുവരുന്നു, ഇന്ദ്രൻസേട്ടൻ്റെ പടങ്ങൾ കണ്ട് വളർന്നു വന്ന ഒരു വ്യക്തിയൊക്കെയാണ്. അന്ന് തൊട്ട് ഇന്ദ്രൻസേട്ടൻ നേരിട്ടും കണ്ടു പരിചയമുണ്ട്. അപ്പം ആ ഒരു കഥാപാത്രം ഇന്ദ്രൻസേട്ടൻ വെച്ചാണ് ഇന്ദ്രൻസേട്ടൻ തന്നെയാണ് ആ കഥാപാത്രം. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അവിടെയൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ ചിലത് നമ്മൾ പറഞ്ഞ് ഫലിപ്പിക്കും, നമ്മൾ ആ ഫലിപ്പിക്കുമ്പോൾ നമ്മൾ വീണ് പോവും. വന്നു കഴിയുമ്പോഴാണോ അയ്യോ ഒരു വീഴ്ചയായി ഇപ്പോൾ വന്നു പോകുമ്പോൾ അല്ലേ? ഈ ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? സാധാരണ ദുഃഖങ്ങൾ എല്ലാവർക്കും, ഇന്ദ്രൻസേട്ടനൊക്കെ ഒത്തിരി ദുഃഖങ്ങളൊന്നും ഉള്ള മനുഷ്യരല്ല, പണ്ടൊക്കെയാണ്, ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ ചെയ്യണം ഇന്ദ്രൻസേട്ടൻ? കുറേ നേരം ഒറ്റയ്ക്കിരിക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ചോ കണ്ടോ അത്രയൊക്കെ അങ്ങ് പോവും. പിന്നെ ഇത് നമുക്കിത് അതിൻ്റെ കൂടെ ഉള്ളതാണെന്ന് കുറേ ജീവിത പരിചയവും വെച്ചറിയാലോ. വരും, കഠിനമായിട്ട് ദുഃഖം വന്നേക്കാം, നമുക്കിപ്പോൾ കുഴപ്പമില്ലെങ്കിലും എന്തോ വരാനിരിക്കുന്നു എന്നൊക്കെ നമുക്കറിയാൻ പറ്റുമല്ലോ. തീർച്ചയാണ് നമ്മൾ അങ്ങനെ ഉൾക്കൊണ്ടും പോവും അല്ലേ? ഒരു സുഹൃത്തിനൂടെ ഒരു ദുഃഖമുണ്ടല്ലോ, അതെ, പ്രതീക്ഷിക്കാതെ എന്തൊക്കെ വരും. ചിലപ്പോഴൊക്കെ മനസ്സിൽ തന്നെ തോന്നും ഒരുപാട് സന്തോഷമൊക്കെ വരുമ്പോൾ എന്തോ വരാനുണ്ടെന്ന് തോന്നും. മുൻകൂട്ടി നമ്മള് അല്ലേ ചിന്തിക്കും. അല്ല, അങ്ങനെ ആ ചിന്താഗതി എല്ലാവർക്കും ഉള്ളതാണ് ഇന്ദ്രൻസേട്ടൻ, എല്ലാവർക്കും ഉള്ളതാണ് ആ ചിന്താഗതി. അങ്ങനെ വരികയും ചെയ്യും. ഈ അവാർഡുകൾ കിട്ടിക്കഴിയുന്നതുകൊണ്ട് വീണ്ടും സിനിമകൾ, ഇപ്പം എനിക്ക് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ തോന്നുന്നു ഇന്റർവ്യൂ എടുത്താണ്, വീണ്ടും സിനിമകൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ നല്ല നല്ല വീണ്ടും നല്ലത് കൊടുക്കുന്നു, അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ ഇന്ദ്രൻസേട്ടൻ? ഈ നേരത്തെ പറഞ്ഞാൽ നമ്മൾ വീണ് പോകുന്നതാണോ അതിൽ പോയി? അല്ല, അതിന് യോജിച്ച രീതിയിൽ ഡയറക്ടർ അനുസരിക്കുന്നത് തന്നെ ഉള്ളൂ മാർഗം, അത് തന്നെ ഉള്ളൂ. പിന്നെ പ്രമേയത്തിലൊക്കെ ശക്തമായ മാറ്റം, അത് എല്ലാവരും ഒത്തുവരലാണ്. ചിലപ്പോൾ അത്രയും ധാരണയോടെ ഡയറക്ടർ ആ ക്യാരക്ടറിനനുസരിച്ച് നമ്മളൊരു ഗെറ്റപ്പ് മാറ്റോ കോസ്റ്റ്യൂമിൽ ഒക്കെ മാറ്റം, അതിൽ വിട്ടുവീഴ്ചയില്ലാതെ. ചിലപ്പോൾ നമുക്ക് തരുന്ന ഭക്ഷണത്തിലെത്തി കുറയ്ക്കാം, താമസ സൗകര്യം കുറയ്ക്കാം, എങ്കിൽ ഇതിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറയുന്ന സിനിമകളുണ്ടല്ലോ ഫ്രെയിമിൽ വരുമ്പം. അങ്ങനെയുള്ള സിനിമയിൽ ഉള്ളിടത്ത് നമ്മൾ കൂടിയില്ലെങ്കിൽ നന്നാവില്ല. തീർച്ചയായിട്ടും ബാക്കി എല്ലാ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെയൊക്കെ വരുന്നിടത്താണ് നമുക്ക് ഒന്നും വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ തോന്നിപ്പോകുന്നത്. അങ്ങനെയാണ് അതാണ് ചില ക്യാരക്ടർ ആവുന്നത്. ചിലപ്പോൾ നമുക്കൊന്ന് ചെന്ന് അവരെ കുപ്പായം മാറി ഇതേപോലെ ചെന്നിരുന്ന് അഭിനയിക്കേണ്ടി വരുന്ന ഒരുപാട് അവസ്ഥയുണ്ട്. മേക്കപ്പ് വേണോ? വേണ്ട, മേക്കപ്പ് ഒന്നും ചെയ്യണ്ട, മേക്കപ്പ് ഇത് തന്നെ മതി, ബെസ്റ്റാണ്, കോസ്റ്റ്യൂം നല്ലതല്ലേ, ഇത് ഒന്നുമില്ല, അയാളൊരു പേരിട്ട് വെച്ചേക്കും കഥാപാത്രത്തിന്. അപ്പം എല്ലാം മാറണോ? ഈ ക്യാരക്ടർ മാറുമ്പോഴത്തേക്ക് എല്ലാം അതുപോലെയല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കുറവാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ അവർ തിരഞ്ഞു വെച്ചിരിക്കുന്ന പൈസ കുറച്ച് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുമൊക്കെയാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ സിനിമയല്ലാതെ ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാലും സിനിമയെ തന്നെ കടിച്ചു തൂങ്ങുകയും ചെയ്യും, അങ്ങനെ നിൽക്കുകയും ചെയ്യും. അത് ശരിയാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെയും ചെന്ന് ചേർന്നിട്ട് സിനിമയാണല്ലോ ദൈവമേ നശിപ്പിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് സഹകരിച്ചും പോകും. അങ്ങനെ ചിന്തിക്കും അല്ലേ? നമ്മൾ പെട്ടുപോകുന്നു അതിനകത്ത്. അത് ഇന്ദ്രൻസേട്ടൻ പറയുന്നത് അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്. ഇന്ദ്രൻസേട്ടാ, ഈ സിനിമയാണല്ലോ എന്ന് അവർ വരും, അവരൊരു ആഗ്രഹമാണ്, അവരൊരു സിനിമ എന്നുള്ള ആഗ്രഹമായിട്ട് വരുന്നവരാണ് ആ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആ സംവിധാനം അല്ലെങ്കിൽ ആ എഴുത്തുകാരൻ. ആ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ പെട്ടുപോകുന്ന എത്രയോ പേരുണ്ടെന്നറിയോ? അങ്ങനെ പെട്ടുപോകുന്ന
ആളുകളും ഉണ്ട്. പക്ഷെ അവിടെ നല്ല മനസ്സ് ഇന്ദ്രൻസേട്ടൻ കൊടുക്കുന്നുണ്ട്. ആ മേക്കപ്പ് ഇല്ലെങ്കിലും ആ കോസ്റ്റ്യൂം ഇല്ലെങ്കിലും ഞാൻ റെഡിയാണെന്ന് പറയും. അത് പിന്നെ ഒന്നും ചെയ്യാനില്ല. അവിടെ എത്തിപ്പോയി നമ്മൾ പറയുമ്പോൾ ഒത്തിരി വാക്കുകളായിരിക്കും. നേരത്തെ പറഞ്ഞ നമ്മൾ വീണ് പോകും. ഒന്ന് പറഞ്ഞു പോകുമ്പോഴാണ് ആ സിറ്റുവേഷൻ അറിയുന്നത്. ഇതൊക്കെ ഒരു പാഠമാണ് കേട്ടോ, അല്ലേ? അതെ. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു സ്വപ്നം കാണാണ്ടിരിക്കണം. എനിക്ക് സമാധാനം, സ്വസ്ഥം, ഒരു പ്രശ്നമില്ല. നേരെ പോവാ, ചെയ്തിട്ട് ആലോചനപ്പെട്ടുകൊണ്ടിരിക്കും. പേപ്പർ ഗ്ലാസ്സിലാണെങ്കിലും ചായ കുടിക്കുക, ചില്ല് ഗ്ലാസ്സിലാണെങ്കിലും കാള കുടിക്കുക, കുടിച്ചിട്ട് നമ്മൾ അവിടെ ഒന്നും ചിന്തിക്കല്ലേ, അല്ലേ? അതാണ് അതിന്റെ പോയിന്റ്. ഒന്നും ചിന്തിക്കാതെ പോവാ. സ്വപ്നം കണ്ടു പോയാൽ എല്ലാം ചിലപ്പം ഉടഞ്ഞു പോകും. അത് ശരിയാണ്. ചിലപ്പം ഞെട്ടിക്കും. നമ്മൾ ചെറുത് നോക്കിയപ്പോ അവിടെ പോകുമ്പോ തകർന്നു പോകും. നമ്മൾ ഉറങ്ങാൻ തന്നെ തോന്നാതെ നമ്മളിങ്ങനെ ഉയരും. അനുഭവങ്ങൾ ഒത്തിരി ഉള്ള മനുഷ്യനല്ലേ, അല്ലേ? എത്ര നാളായി നിൽക്കുന്നത്. ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം വന്നപ്പം ഇന്ദ്രൻസേട്ടന് കോസ്റ്റ്യൂം എന്താന്ന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം കോസ്റ്റ്യൂമറായിട്ടല്ല വന്ന് ഓരോ ഷർട്ട് കണ്ടാലും ഇത് കണ്ടാലും ഇന്ദ്രൻസേട്ടൻ അറിയാൻ പറ്റും. പക്ഷെ ഇന്ദ്രൻസേട്ടൻ കൊണ്ടുത്തരുന്ന ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു പാൻറ് അത് കമ്പനി ആണോ എന്ന് നോക്കാറുണ്ടോ? ബ്രാൻഡ് ഉള്ള ആ സാധനമാണോ? അങ്ങനെയൊക്കെ നോക്കും ഇന്ദ്രൻസേട്ടൻ? ഇല്ല, നമുക്ക് എന്തും തൃപ്തനാണ്. രാവിലെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ എല്ലാ സാധനവും ഒരു വിഷയമില്ല, അല്ലേ? ഇതാണ് നമ്മളെങ്ങനെയൊക്കെ മാറ്റി വെച്ച് പറ്റിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു സത്യം പറഞ്ഞോട്ടെ, അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടല്ലേ? അല്ല എന്ത് ചെയ്യാൻ പറ്റും? കൊടുക്കുമ്പോ എല്ലാവരും ഒക്കെ ആയിരിക്കും, അല്ലേ? അനുഭവം ഉണ്ട്. അത് കൃത്യമായിട്ടും മറുപടി കേട്ടോ. അല്ല, അവിടെ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വന്ന വഴി അതേ വഴി നമ്മൾ സ്വീകരിക്കാൻ തയ്യാറെന്നുള്ളതാണ് ഇന്ദ്രൻസേട്ടൻ പറഞ്ഞത്. അത് കൃത്യമാണ്. ഇന്ദ്രൻസേട്ടൻ ഇങ്ങനെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴാണ് ഇന്ദ്രൻസേട്ടൻ വീണ്ടും വീണ്ടും സ്നേഹം കൂടുന്നത് ആളുകൾക്കെല്ലാവരും. പ്രേക്ഷകർക്ക് അന്നും ആ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതാണ് ഇന്ദ്രൻസേട്ടൻ ഇന്നും നിൽക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഫ്രെയിമിൽ നിന്ന് തന്നെ പോകാമല്ലോ. ഇന്നും ആ പ്രേക്ഷകർ ഇന്ദ്രൻസേട്ടൻ സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഡയറക്ടർമാർ തേടി വരുന്നു, പ്രൊഡ്യൂസർമാർ ഇന്ദ്രൻസേട്ടൻ എന്ന് പറയുമ്പോൾ പണം മുടക്കാൻ തയ്യാറാവുന്നു. അതാണ് എൻ്റെ ഒരു മേൽക്കൈ എന്ന് ഞാൻ കാണുന്നത്. ഞാൻ ഒത്തിരി ഈ സിനിമകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത സിനിമകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. ഈ നിങ്ങൾ ഈ കാസർഗോഡ് സ്ലാങ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പിടിച്ചാണ് സിനിമ. അതിൽ നിന്നൊന്നും മാറാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഇല്ല, ഞാൻ പുറത്ത് വന്നിട്ട് ഈ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ ഭാഷ മാറ്റി പിടിക്കണ അല്ലല്ല, ഇതാണ് നമുക്കിഷ്ടം. നിങ്ങൾ ഇങ്ങനെ പറയുന്നത് നമ്മൾ ആദ്യം നോട്ട് ചെയ്ത് നിങ്ങളാ അത് ഉണ്ണിനിക്ക് പറ്റും, ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കുറേ ഇപ്പം ഈ കട്ടപ്പനെല്ലാം ഒരു വേഷം ചെയ്തേ. അപ്പോൾ ആവേശം എന്തെങ്കിലും ഭാഷ മാറ്റി പിടിക്കാന്ന് വെച്ചിട്ട് പോകുമ്പോൾ അവർ വേണ്ട വേണ്ട, നിങ്ങൾ പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്, അത് കട്ടപ്പനയിലും കാസർഗോഡുകാരൻ വരാലോ, ആടെ പണിയെടുക്കാലോ, അപ്പോൾ ആ ഭാഷ മതി പറയും. അങ്ങനെ ഞാൻ അങ്ങനെ അധികം ചെയ്ത്. പിന്നെ ഇപ്പം ഇടയ്ക്കൊന്ന് മാറ്റി പിടിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറയാൻ പറ്റും. ഞാൻ കണ്ണൂര് കാസർഗോഡ് ജില്ല എന്നെങ്കിൽ ചെറുവത്തൂര് എന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ബോർഡറാണ്. പിന്നെ അങ്ങ് പോകുമ്പോൾ ഭാഷ നമ്മളെല്ലാം മാറും. ഇപ്പം നീലേശ്വരം, കാഞ്ഞങ്ങാട്, പെരിയ അല്ലെങ്കിൽ കാസർഗോഡ്, കുമ്പള, മഞ്ചേശ്വരം എന്നെല്ലാം പറയുമ്പം 7 ഭാഷയല്ലേ, ശൈലിയും മാറും. അപ്പം ഞാൻ കുറച്ച് കണ്ണൂർ ശൈലിയാണ് എൻ്റെ കൂടുതലും പറഞ്ഞത്. ഇപ്പോൾ ഒരു സംതൃപ്തനാണോ? സംതൃപ്തനാണ്. കാരണം നമ്മളെ പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ഒരിക്കലും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു എന്തെല്ലാം പണിയെടുക്കാതെ ഒരു പണിയില്ല. വാർപ്പതിയെ എല്ലാ സംഭവം ഉണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നി വെച്ചാൽ പണ്ട് നമ്മൾ ഈ കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കലോത്സവം മതിയാക്കണം. കുറേ 20 വർഷം തുടർച്ചയായി സംസ്ഥാന സ്കൂൾ കലോത്സവം സമ്മാനം മേടിച്ചു കൊടുത്ത ഒരാളാണ്. 20 വർഷം. പക്ഷെ അത് ഗിന്നസിനായി. കാരണം ഇടയ്ക്ക് ചിലപ്പോൾ ഇല്ലാണ്ടൊക്കെയുണ്ട്. അയ്യോ അതെനിക്ക് കിട്ടിയിട്ട് ആ സബ്ബെന്ന് പോയി അല്ല ജില്ലി ഞാൻ പിടിക്കും അത്. കാരണം വേറെ എങ്കിലും ജില്ലയിൽ പോയിട്ട് പിടിച്ചിട്ട് അത് മേടിക്കും. അത് ഒരു അഭിമാനം പോലെ. പൈസ ഒന്നും കിട്ടാനൊന്നും ഉണ്ടാവില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പലപ്പം റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരം കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ സ്ഥിരം കിടക്കുന്ന നമ്മുടെ ഏരിയ ഉണ്ട്. അപ്പുറം നായേലും ഉണ്ടാവും. എന്നാലാണ് കിടക്കാൻ പൈസ അങ്ങനെ ഉണ്ടാവില്ല. ചെറിയ പൈസ സ്കൂളിൽ തരുകയും ചെയ്തു. പക്ഷെ ഞാൻ അങ്ങനത്തെ എല്ലാം മതിയാക്കി. പിന്നെ എൻ്റെ ഭാര്യയുടെ 10-20 സ്വർണം കട്ടുകൊണ്ടുപോയി ഒരു കള്ളൻ ഒരു ദിവസം. അപ്പോൾ ഇനി വീട്ടിൽ നിന്ന് ഇനി പരിപാടി വേണ്ട, കല്യാണം കഴിച്ച് ഒരു കൊല്ലം കഴിഞ്ഞാൽ 20 പോകാൻ ഓളെ മൊത്തം സാധനം. ഇനി ഇത് വീട്ടിൽ നിന്നും പറഞ്ഞു ഓളെ വീട്ടിലും പ്രശ്നമായി. വേണ്ട, കലവും പരിപാടിയൊന്നും വേണ്ട, മതിയാക്കി പറഞ്ഞു. അപ്പോൾ ഞാൻ മതിയാക്കാൻ പാസ്പോർട്ടാക്കി വെച്ചു. ഗൾഫിലേറ്റം പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കാലപ്പാ. അങ്ങനെ ഇനി നാടകവും പരിപാടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാസ്പോർട്ടാക്കി വെച്ചു. പുതിയ പാസ്പോർട്ടല്ലേ എല്ലാം ആക്കി വെച്ച്. അതിന് ആരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരും വേണ്ട, എന്തെങ്കിലും വേണ്ട. അങ്ങനെ അത് പിന്നെ വീണ്ടും ഞാൻ കലോത്സവം പെയിൻറ്റിങ് സമ്പാദനം പോയി. അങ്ങനെ ഇപ്പോൾ 3 രാജ്യങ്ങളിലേക്ക് പോകാൻ പറ്റി. കുവൈത്ത്, ദുബായ്, അല്ലെങ്കിൽ ഷാർജ, മറ്റങ്ങനെ പല. അത് വെച്ചാൽ ഈ കലാകാരൻ്റെ ഞാൻ ഇതും ഇഷ്ടമാണ്. ഉള്ളിൽ നിറയെ ഇഷ്ടപ്പെടും. ജീവിത സാഹചര്യങ്ങൾ പ്രശ്നമാണ് സാറേ. അങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ. കലാകാരൻ എന്ന് പറയുന്ന നാടകം പരിപാടി എന്നെല്ലാം പറയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ
ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ എന്റെ ചിരിക്കാത്ത ഒറ്റ ഫോട്ടോ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ കനൽ കത്തി. സത്യം, ഒറ്റ ഫോട്ടോ ചിരിക്കാത്ത ഫോട്ടോ ഇല്ല. എന്റെ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾ നോക്കിയാൽ മതി. ആ ഉള്ളിൽ നീറുന്ന പ്രശ്നം ഉണ്ടാവും. ഞാൻ ചിരിച്ചിട്ടാണ് എപ്പോഴും പറയും, ഉണ്ണിക്ക് എപ്പോഴും ഹാപ്പി ആണല്ലേ. ഉണ്ണിന്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലേ. ഒരാൾക്കൊരു നല്ല വീടായിട്ട് അല്ലെങ്കിൽ കുറെ പ്രശ്നങ്ങളില്ലേ, എല്ലാവർക്കും ഉണ്ടാവും. ഓരോ കലാകാരന്മാർക്ക് പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ വീണ്ടും ഒരു ഊർജ്ജം നിനക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ടെലിവിഷൻ രംഗത്തെ വെച്ച ഹാസ്യതാരത്തിൽ അവാർഡ്. അങ്ങനെ ഒരിക്കലും ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ആക്ടറാണോ ഞാൻ തന്നെ ചോദിക്കണ്ട. അമ്മ പറയില്ല, നീ എന്നീ കളിക്കുന്നത്, നീ വീടിന്ന് പറഞ്ഞ പടി എന്നെ നീ ടി വിയിൽ അമ്മ മറിമായം കാണുമെന്ന് പറയാം. നീ എന്തൊക്കെ മാറ്റി വിടുന്നത്, നീ എന്നോട് പറയുന്നത് തന്നെ പറയണ്ട. അമ്മ ഇത്രേ വേണ്ടു. അത് അവാർഡ് കിട്ടാ നിനക്ക് അവാർഡ് വെച്ചു. അവാർഡ് സന്തോഷമല്ലേ കൊണ്ട് നിനക്കെന്തിന്റെ അവാർഡ് എന്നോട്. ഞാൻ സ്റ്റേറ്റ് അവാർഡാണ്. ഞാൻ തിരുവനന്തപുരത്ത് വായിച്ച് വലിയ സന്തോഷം. അമ്മ കൊണ്ട് കൊടുത്തത് അമ്മ കൃഷിയെല്ലാം കൊടുത്ത പോലെ അമ്മക്ക് ഇത് അവാർഡും പോരെ. മതി, നീ ഇപ്പൊ പണിക്ക് വലിയെല്ലാം ചുക്കല്. ഇപ്പൊ 2-3 സജീവമായിട്ട് ഇരുണ്ടാകുമ്പോ നീ പെയിന്റ് പണി എല്ലാം നിർത്തേണ്ട ആവശ്യമുണ്ടോ? അത് ഇതിന്റെ ഒപ്പം ചെയ്യും, പറ്റുന്നില്ല, അതുകൊണ്ടാണ് നിർത്തിയത്. അമ്മ ഇപ്പം എപ്പം ഇങ്ങനെ മറിമായം കാണും. ഇഷ്ടാണ്. കാരണം നമ്മളെ കുഞ്ഞുനാളിലെ അല്ലെങ്കിൽ അമ്മയും അച്ഛനാണ് ഈ സിനിമക്കെല്ലാം കൊണ്ടുപോയി. സെക്കൻഡ് ഷോ ജയന്റെ നസീറിന്റെ എല്ലാം പടം കണ്ട് അങ്ങനെ ഒരു ഇഷ്ടമുണ്ട്. ഭയങ്കര സിനിമാ നടനാവെന്ന് വിചാരിച്ചിട്ടാ ആയത്. സന്തോഷമാണ്. കാരണം നമ്മളെ ഇപ്പം ഇനർ ബസ്സിൽ കിടക്കുമ്പോൾ നമ്മളെ TTR കൂട്ടി കൊണ്ടുപോയിട്ട് ആടെ ഇരുത്തും അതിൻ്റെ ഉള്ളിൽ. അല്ലെങ്കിൽ അങ്ങനെ സംഭവം ഉണ്ടല്ലോ, അറിയാതെ മലയാളികൾ അറിയാലോ, മറിയാതെല്ലാം കണ്ട ഉണ്ണീന എല്ലാവർക്കും അറിയാവുന്നൊരു വലിയ സന്തോഷമല്ലേ ഇങ്ങനെ ഒരു സ്പേസിൽ നിൽക്കാൻ പറ്റി എന്ന് പറയുന്നത്. ഇനി ഇന്ദ്രചേട്ടൻ നേരത്തെ പോലെ കണ്ടിന്യൂ ചെയ്യുക, സിനിമയായാലും നാടകമായാലും കലോത്സവമായാലും തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്തൊരു കലാകാരന് വലിയ 20 പോയിന്റ് തിരിച്ചു പിടിച്ചോ? ഏത് കട്ടോണ്ട് പോയി 20 പോയിന്റ് തിരിച്ചു പിടിച്ചോ? എല്ലാം ഇങ്ങനെ പോകും, ഒരു അഡ്ജസ്റ്റ്മെന്റില് കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നേ. കള്ളനെ പിടിച്ചോ? കള്ളനെ പിടിക്കൂല, അത് ഒരിക്കലും കിട്ടൂല. ഒത്തിരി അധ്വാനത്തിന്റെ പണമായിരുന്നല്ലോ അല്ലെ. മലമായ സ്ഥിരമായിട്ടൊരു 4 ദിവസം 8 ദിവസം ഉണ്ട് മഴൽ മനോരമ. അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ബലം തന്നെയാണ്. കാരണം സിനിമ ഇല്ലെങ്കിൽ അത് 1 മാസം 8 ദിവസം ഉണ്ട്. അപ്പോൾ ജീവിതത്തിന്റെ സാഹചര്യം ഒന്നും കുഴപ്പമില്ലാണ്ട് പോകും. ചേട്ടാ അതിൻ്റെ ഒരു പൈസ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അത് നമ്മൾ ചേർത്ത് പിടിച്ച് വലിയൊരു അപകടം പറ്റിയാണ്. തെറിച്ച് വീണ് സ്പൈനൽ കോഡ് ഓപ്പറേഷൻ ചെയ്ത ആളാണ്. ജീവിതത്തിന്റെ മരണത്തിന് നൂൽപ്പാനത്തിടേണ്ടതാണ്. കാരണം 2 കൈയും വരാണ്ട് ഇങ്ങനെ കിടക്കുകയും 2 വർഷമായി. ഒരു ജയിലർ എന്ന് പറഞ്ഞ പടം ചെയ്തു, മലയാളം ജയിലർ. അത് ഓടിയില്ല, നല്ല പടമായിരുന്നു. ആ സമയത്ത് ഷൂട്ടിംഗ് ആയിട്ട് വരുമ്പോൾ നെട്ടൂരിന്ന് മാർക്കറ്റിന്ന് തെറിച്ചുപോയി. നാട്ടിലേക്ക് പോണ്ട 30 ദിവസം പഴയനെയായിരുന്നു ഷൂട്ട്. അങ്ങനെ ആരും കണ്ടില്ല. ആടെ കടന്നപ്പോൾ പിന്നെ ആരോ ഹിന്ദിക്കാരനെ ക്യാ ഭായി നേറ്റം പറയും മനസ്സിലായി. അവനെ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയും. എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ ആരോ വിളിച്ചുകൊണ്ടെന്ന് ഹോസ്പിറ്റലിലെത്തി. പിന്നെ അവർ പറഞ്ഞു കുറച്ച് പ്രശ്നമാണ്, കയ്യും കാലം കടക്കലിന്ന്. ആ വീട്ടിൽ നിന്ന് ആൾ വന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് എൻ്റെ ഏച്ചി വന്ന് അപ്പോൾ ഉപ്പെല്ലോട്ട് കൊടുത്തിട്ട് ചെയ്തു. രക്ഷപ്പെടുന്നു ചോദിച്ചിട്ടാ. കാരണം വീട്ടിലെത്തിന് കിടന്നു 1 മാസം, അനങ്ങൂല, കയ്യും കാലും വരാതെ ഒരാളായിട്ട് മാറി. അപ്പം തന്നെ ഭയങ്കര ഒന്നുമില്ല, വട്ടപ്പൂജ. അതാണ് മനസ്സിലായത്. കലാകാരന് ഉണ്ടെങ്കിലേ ഇല്ലൂ അല്ലേ സംഭവം. ഒരു സംഘടന ഉണ്ടാവില്ല, സംഘടനയിലൊന്നും ഇല്ല. എന്നാലും വേറെ ഒന്നും ഇല്ലാന്നില്ല മനസ്സിലായി. ഭയങ്കര അവസ്ഥയായിരുന്നു അത്. പിന്നെ ഞാൻ കുറച്ച് മാറ്റം വന്നത്, ജീവിതത്തിൻ്റെ മാറ്റം വന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കടന്നു കഴിഞ്ഞാൽ കലാകാരൻ്റെ ഒരു അവസ്ഥ ഭയങ്കര കാഴ്ചക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ സെൽഫി എടുക്കും, ഫോട്ടോ എടുക്കും, സംഭവം അടിപൊളി ആഘോഷം. കിടന്നു കഴിഞ്ഞാൽ തീർന്നാണ്. അപ്പം പിന്നെ ഭയങ്കര ബാങ്ക് ബാലൻസ് ഒക്കെ വേണം. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടൊന്ന് പണിയൊന്നും എടുത്ത് ചെറിയൊരു പരിപാടി ചെയ്ത് പോകുന്നതല്ലേ. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം കാര്യങ്ങൾ എല്ലാം ഉഷാറായി മാറി. പെട്ടെന്ന് മാറ്റം വന്നു, ജീവിതത്തിലൊരു മാറ്റമായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, സിനിമ ഉണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് സിനിമയിൽ തിയേറ്ററിൽ ഇറങ്ങാൻ വേണ്ടി ഒന്ന് പടമുണ്ട്. അല്ല, അത് തന്നെയാണ് ഭാഗ്യം. കൂടെ നിൽക്കുന്ന ഒരു അമ്മയുടെ ഒക്കെ പ്രാർത്ഥന ഇന്നും കൂടുതലുണ്ടോ? എനിക്ക് ഇപ്പോഴും അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞാനും ഇന്ദ്രൻസേട്ടും ചിരിച്ചതല്ലേ. പിന്നെ അമ്മനെ സംബന്ധിച്ച് ഇതൊരു ജോലിയല്ലോ. അത് നമ്മൾ കണ്ടു, കഴിച്ചു കിടക്കാതെ പോയി പണിയെടുക്കുക. ആ ഒരു പാക്ക അമ്മയുടെ അല്ലേ. എനിക്ക് ഇന്ദ്രൻസേട്ടനും അമ്മയുമായിട്ട് ചേർന്ന് നിന്ന ഒരു മനുഷ്യൻ. നമുക്കറിയാലോ, ആ അമ്മയുടെ ഒരു സ്നേഹം കിട്ടുമ്പോഴാണ് നമ്മളൊരു വളർച്ച ഉണ്ടെന്ന്. അവരുടെ ഒരു പ്രാർത്ഥനയാണല്ലോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതും അല്ലെ. പ്രാർത്ഥന ഒരു മാറ്റമില്ലല്ലോ. ഓടി വന്ന് അമ്മേനെ പോയി കാണും. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ നിൽക്കും അമ്മ. അമ്മ തന്നെയാണ് എല്ലാം. ഇന്ദ്രൻസേട്ടനായിട്ട് നിങ്ങൾ ഇരിക്കുമ്പോൾ, സെറ്റിലൊക്കെ നിങ്ങൾ ഇരിക്കുമ്പോൾ കുറെ തമാശകളൊക്കെ പറയല്ലോ, എന്തെങ്കിലും ചോദിച്ചു മനസ്സിലാക്കും. ഇന്ദ്രൻസേട്ടനെ ഞാനല്ലേ, ഇന്ദ്രൻസേട്ടൻ എന്താ പറയണ്ടേ, അവിടെ അവൻ ബിസിയാ, അവന്റെ വീടടുത്തില്ല, സ്വന്തക്കാരൊക്കെ ഏത് ധനം പറഞ്ഞ സിനിമയിൽ എനിക്ക് വന്ന് ഞാൻ കണ്ട് തുടക്കം എൻ്റെ ഓർമ്മയിൽ ധനം മോഹൻലാലിന്റെ 30 വർഷം ഉണ്ടാവും. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായിട്ടാ. കാരണം
പിന്നെ പിന്നെ എല്ലാം ഇന്ദ്രൻസേട്ടനും ഇന്ദ്രൻസേട്ടൻ നായകനായ പടം അന്നേ പണ്ടേ നായകനായിട്ടുണ്ട് ഒരുപാട് പടത്തിൽ സംഭവം തമാശ കോമഡിയാണ് ഉള്ളിൽ ഇന്ദ്രൻസേട്ടൻ ഉണ്ടെങ്കിൽ രസമാണ് അങ്ങനെ അങ്ങനെ കണ്ട് എപ്പോൾ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് കണ്ടു ഞാൻ എല്ലാവരും പരിചയപ്പെട്ടു അപ്പോൾ വായിക്കുന്നതായി പുസ്തകം പിന്നെ ആ പടം റിലീസായില്ല പിന്നെ മരിച്ചുപോയി അതിലൊരാൾ ഒരു പിന്നെ കുറേ പോയി 5-6 വർഷമായിട്ട് അദ്ദേഹത്തെ നായകനാക്കിയിട്ടായിരുന്നു ആ പടം ചെയ്തത് പിന്നെ ഇന്ദ്രൻസേട്ടൻ അഭിനയിച്ചിട്ടായിരുന്നു 5-6 കുടുംബം അപ്പോൾ അന്ന് ഞാൻ അപ്പോൾ പുസ്തകം അപ്പോൾ ഒരു കള്ളാസ് ആടുന്ന് എടുത്തിട്ടുണ്ട് ആ വായിക്കുന്നു ഞാൻ അപ്പോൾ വായിച്ചുകൊണ്ട് പറയണം ഇപ്പോഴും വായന ഭയങ്കര സംഭവമാണ് അപ്പോൾ ഞാൻ പോയി പരിചയപ്പെട്ടു അപ്പോൾ അവിടെ ഇന്നടന്ന് ഇടിയിരിക്കും അങ്ങനെ ഇരുന്ന് ഇന്ദ്രൻസേട്ടൻ ഓർമ്മയുണ്ട് 6 കൊല്ലം ഇരുന്നിരുന്ന് നമ്മൾ സംസാരിച്ചു പിന്നെ പല പടത്തിൽ അഭിനയിക്കാൻ പറ്റും ഇപ്പം ഇതിൽ നമുക്ക് 10-25 ദിവസം ഒന്നിച്ചാ നല്ല രസമായിരുന്നു വളരെ രസമാണ് നമ്മൾ നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു ഡേ ഷൂട്ടിനാണ് ഈ ഓട്ടോറിക്ഷക്കാരനാണ് ഞാൻ എനിക്കൊരു പ്രണയലുണ്ട് അപ്പോൾ ഓട്ടോറിക്ഷയിൽ ഇന്ദ്രൻസേട്ടനെ എടുത്തിട്ട് ഞാൻ ഓടിച്ചു എനിക്ക് ഓട്ടോറിക്ഷ അറിയില്ല എനിക്കൊരു പ്രണയമൊക്കെ ഉണ്ടെന്ന് കഥാപാത്രത്തിനാ പറഞ്ഞ രീതിയാണ് പറഞ്ഞത് ഈ ഓട്ടോറിക്ഷയിൽ കയറ്റിട്ട് ഓടിച്ചു ഞാനൊക്കെ ഓട്ടോറിക്ഷ അറിയില്ല എങ്ങനെ പോയിന്നറിയാം ഞാൻ ഇന്ദ്രൻസേട്ടൻ എന്ന് പറഞ്ഞ താരമൂല്യ മനുഷ്യൻ മുമ്പിൽ വലിയ ക്യാമറ ലക്ഷങ്ങളിലെ ക്യാമറ ഞാനാന്ന് വലിയ വരെയൊന്നും ഇല്ലാത്ത ആൾ ഏച്ചിട്ട് ഞാൻ ഇന്ദ്രൻസേട്ടൻ ഓടിച്ചു റോഡ് ഇല്ലേ ലോറി പോകുന്നില്ലേ ബസ് പോകുന്നു കറക്റ്റ് അടിപൊളിയായിട്ട് ഡയറക്ടർ പറഞ്ഞു സൂപ്പറായി അല്ല നിങ്ങൾ രണ്ടും ഒരുമിച്ചുള്ള അഭിനയിക്കുന്ന സിനിമയിൽ വെച്ചാണ് കൊട്ടാരക്കര എവിടെയാണ് ഞാൻ വന്ന് കണ്ടത് നിങ്ങളെ കണ്ടത് ഇപ്പൊ അന്ന് കനകരാജ് ഇറങ്ങാൻ പോകുന്ന സിനിമ ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ വന്നായിരുന്നു അന്ന് ലൊക്കേഷനിൽ വന്നാണല്ലോ അന്ന് ഉണ്ണിയുണ്ട് രണ്ടുപേരും ഉണ്ടായിരുന്നല്ലോ അതല്ല പിന്നെ ഇറങ്ങാൻ പോകുന്ന സിനിമ അപ്പൊ സിനിമകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം അതെ ഇന്ദ്രൻസേട്ടന്റെ കൂടെ എപ്പോഴും കൈപിടിച്ചിരുന്നു തീർച്ചയായും സ്നേഹമുള്ള മനുഷ്യനെ സപ്പോർട്ട് ചെയ്യും എല്ലാ രീതിയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും മനസ്സിലാക്കി തരും നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ഭയങ്കര സൈലന്റ് ആയിട്ട് പറഞ്ഞുതരും നമുക്ക് ഭയങ്കര ഒരു പിടുത്താണ് സംഭവം നമ്മളെന്ന് വെച്ചാൽ രസമല്ലേ ഉണ്ണി എത്ര പറഞ്ഞ അതെ അതാണ് ഒരു കണക്ക് അല്ല ഇന്ദ്രൻസേട്ടന് ഇതെല്ലാം അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ് തീർച്ചയായും അറിയാം എന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം അല്ല ഇന്ദ്രൻസേട്ടാ എല്ലാം അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ് ഈ ഇവിടെ ഇരിക്കുന്നത് ഇന്നും ഇന്ദ്രൻസേട്ടൻ ഈ നിങ്ങൾക്കൊക്കെ ലൊക്കേഷനിൽ ഏറ്റവും ആളുമായിട്ട് സംസാരിക്കും ഇന്ദ്രൻസേട്ടൻ ഉണ്ടാവുള്ളൂ എന്നെ ഒരു ക്യാരവാനിലേക്കും പോകില്ല തീർച്ചയായും എന്ത് ചൂടാണെങ്കിലും ഒന്ന് ഡ്രസ്സ് മാറാൻ പോവല്ലാതെ ക്യാരവാനിലേക്ക് പോകില്ലല്ലോ ഇല്ല ആ പരിപാടി ആടെ ഇല്ല വേണ്ട പറഞ്ഞു ആടെ സന്തോഷ് ഡയറക്ടർ എങ്ങനെ ആലോചിച്ചു അപ്പോൾ പാടില്ല ആദ്യമൊക്കെ ആടെ ഒരു വീടിന്റെ സൈഡിലോ ഒരു മണ്ണിന്റെ കട്ടയോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ കല്ലിന്റെ സ്ഥലത്തോ ഇത് ഭക്ഷണം കഴിക്കും ഇരിക്കും ഒന്നും പ്രശ്നമില്ല നമ്മളെല്ലാവരും നോക്കും ആടെ അത്ഭുതമല്ലേ ഇന്ദ്രൻസേട്ടൻ എന്ന് പറഞ്ഞാൽ കാസർഗോഡിനെ ഒരു അത്ഭുതമായിട്ട് തന്നെ കണ്ട എല്ലാവരും സിനിമ ഇന്ദ്രൻസേട്ടൻ അറിയാത്തവരെ ലോകത്തും മലയാളികളോ ആരുമില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും എല്ലാവരെ പോലെ ഇരിക്കും അപ്പം നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു ഇന്ദ്രൻസേട്ടനെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കേട്ടു പക്ഷെ എല്ലാവർക്കും അത് പോയി ഒന്നും പ്രശ്നമില്ല എല്ലാവരെ പോയിരുന്നു അങ്ങനെ പ്രത്യേകിച്ച് ഒരു കസേര മൊബൈല് തോണ്ടലും ഇല്ല ഇപ്പം മൊബൈലൊന്നും മാറിയല്ലോ ചേട്ടാ ഇപ്പം ഭയങ്കര സെറ്റപ്പായി അല്ല മൊബൈല് മാറി ഞാൻ ഇന്നാളെ കണ്ടായിരുന്നു ഇപ്പം വീഡിയോ എടുപ്പിക്കുമല്ലോ ആളുകള് അതൊന്നുമില്ല സിം കാർഡും അതൊന്നും മാറ്റി ഇപ്പുറത്ത് കിട്ടുന്നേ ഉള്ളൂ വാട്സപ്പ് അങ്ങനെയൊന്നും വാട്സാപ്പ് ഇപ്പോഴും ഇല്ല ആ ഫോൺ മേടിച്ചിട്ട് വാട്സാപ്പ് ഇല്ല എന്താണ് ഇത് തന്നെ ആവശ്യത്തിന് വിളിക്കുന്ന ഫോൺ എടുക്കാൻ പറ്റുന്നില്ല അതിനപ്പുറത്തേക്ക് ഒന്നിനും പോണ്ടെന്ന് വിചാരിച്ചിട്ട് ഫോൺ ചെയ്യാനല്ലാതെ അത് ഉപയോഗിക്കണ്ടെന്ന് വിചാരിച്ചു ഇതിലും ഈ വലിയ ഫോണിലും വാട്സാപ്പ് എടുത്തിട്ടില്ല മടിയാണോ കുറെ കൂടുതൽ നമ്പർ സേവ് ചെയ്യാൻ പറ്റും മറ്റേ ഇത്തിരിയല്ലേ ഉള്ളൂ അത് ഇത്തിരിയുള്ള ഫോണിൽ ഇത്തിരി നമ്പറിലേ ഉള്ളൂ ഇതിൽ കുറെ നമ്പർ സേവ് ചെയ്യും വാട്സാപ്പ് വേണ്ടാന്ന് തന്നെ തീരുമാനിച്ചു വാട്സാപ്പ് ഇല്ല ഫേസ്ബുക്ക് ഇല്ല ഫേസ്ബുക്ക് മോൻ നോക്കുന്നുണ്ടെന്നോ അല്ലേ മോനല്ല നോക്കുന്നത് വാട്സാപ്പിലൊന്നും മെസ്സേജ് ഇന്ദ്രൻസേട്ടൻ അയക്കാനേ പറ്റില്ല നമ്മള് മോനെ അയച്ചു കൊടുക്കണേ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചെറിയ ഫോൺ തന്നെ വിളിക്കും ഇപ്പം ഫോൺ നിർബന്ധമായിട്ട് വൈഫ് മേടിച്ചു കൊടുത്തു നിർബന്ധമായിട്ട് മേടിച്ചു കൊടുത്തു എന്നോട് ഇന്നാളെ പറഞ്ഞ് നിർബന്ധമായിട്ട് മേടിച്ചു കൊടുത്തത് ഈ നമ്മളിപ്പോൾ ഈ പറഞ്ഞു വെച്ച ഈ സിനിമയുടെ ഒരു കഥ പറയുമ്പോൾ നമുക്കൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ വെള്ളം കിട്ടാതെ ഒരു കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുന്ന ഒരു രീതി അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് ഒരു മോട്ടോർ വെച്ച് കൊടുക്കുന്ന നന്മയുള്ള ആൾ ഒരു കിണറ്റിൽ നിന്ന് തന്നെ എത്രയോ മോട്ടോറുകൾ വയ്ക്കുന്ന നന്മയുള്ള ആളുകളുണ്ട് ഇത്തരം സബ്ജക്റ്റ് ചെയ്യുമ്പോൾ ഇത് പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിചയമുണ്ടല്ലോ ഇങ്ങനെ ഒരു ജീവിത പരിചയമുണ്ടല്ലോ അപ്പോൾ അത് ഉൾക്കൊള്ളും ഒരു ഫാമിലിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സബ്ജക്റ്റാണെന്ന് ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല ഇതിൽ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് ചിലപ്പം നമ്മുടെ സിറ്റിയിലൊക്കെ താമസിക്കുന്ന കുട്ടികൾക്ക് അതിശയമായിരിക്കും ഇങ്ങനെയാണോ വെള്ളം എന്നുള്ളത് കാരണം എല്ലാവരും മോട്ടർ തന്നെ വെച്ചിട്ടില്ല അതും വലിയ ബാധ്യതയാണെന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും വന്ന് കോരുകയാണ്
കോരി ചുമന്ന് കൊണ്ടുവേണം. അപ്പം ഇങ്ങനെ ഉള്ളൂ. അപ്പം കിണർ പരക്കെ കുഴിച്ചാൽ വെള്ളം കിട്ടത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇങ്ങനെയാണ് വെള്ളത്തിൻ്റെ വില എന്നറിയുന്ന ചിലപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അതിശയമാവാം. സിനിമ അങ്ങനെ ഒന്ന് എല്ലാവരിലേക്ക് എത്താൻ കഴിയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വില എല്ലാവരും അറിയുകയും ചെയ്യും. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ എത്തണം സിനിമ. അങ്ങനെ എത്തിയാൽ സത്യസന്ധമായ കാര്യമാണല്ലോ. അതെ അതെ, അതാണ് ഞാൻ അങ്ങനെ അവർക്കൊരു ചോദിച്ചത്. കടങ്കഥ പോലെ തോന്നും കുട്ടികൾ. അതെ അതെ, നമ്മളിത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, അനുഭവിച്ചുള്ളവരുണ്ട്, ഇപ്പോഴും അനുഭവിക്കുന്നു. ഇപ്പോഴും അനുഭവിക്കും. അപ്പം ഇത് സത്യസന്ധമായ സാധനമാണ്. ഇത് കണ്ട് മനസ്സിലാക്കാൻ പ്രേക്ഷകർ എത്തിയാൽ മതി തിയേറ്ററിലേക്ക്. ചെറിയ സിനിമയാണ് നമ്മുടെ. ചെറിയ സിനിമ എന്ന് പറയുമ്പോഴും നമ്മളെ വലിയ സിനിമയാണ്. വലിയ വിഷയം തന്നെയാണ് പറയുന്നത്. അതെ, വലിയ വിഷയമാണ് പറയുന്നത്, സംസാരിക്കേണ്ട വിഷയമാണ് പറയുന്നത്. ഇപ്പൊ സിനിമകളിലെ വിജയ കാലഘട്ടമാണ്. അതാണ് ഈ സിനിമ ഇപ്പൊ ഇറങ്ങുന്ന സമയം വിജയിച്ച സിനിമ. നമ്മുടെ പ്രതിഷേധ. അതെ, മുഖംമൂടിയൊന്നും ഇല്ല, അതുകൊണ്ട് അവർ സ്വീകരിക്കും. പച്ചയായ മനുഷ്യർ പച്ചയായ രീതിക്ക് അഭിനയിച്ച് പച്ചയായ കഥ പറഞ്ഞിരിക്കുന്ന സിനിമയാണ്. അതുമാണ് എനിക്ക് പറയാൻ. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഇതെല്ലാം എനിക്ക് പോസ്റ്ററിൽ കാണുമ്പോൾ എല്ലാം ഒരു സാധാ ആളുകൾ അല്ലേ. നമ്മുടെ ഇന്ദ്രൻസിന്റെ വൈഫായിട്ട് രമ്യ ഉണ്ടെങ്കിലും സാധാ രമ്യാണ്. മറ്റ് കഥാപാത്രങ്ങളൊക്കെ ആരെയാണ് ഇന്ദ്രൻസ് ചേട്ടാ? ബാബു അന്നൂരുണ്ട്, പിന്നെ നമ്മുടെ ഇയാള് രമ്യ ഉണ്ടല്ലോ. രമ്യ, അങ്ങനെ ഒക്കെ കിടിലം നാടകക്കാരും അല്ലാത്തവരും ആരാധിക്കുന്നവരും ഒക്കെ തന്നെ ഉണ്ട്. ഈ ഡയറക്ടർ ഇതിനു മുമ്പ് സന്തോഷ് കീഴാറ്റൂരിനെ വെച്ചപ്പോഴെടുത്ത് അവാർഡ് വാങ്ങിയ വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് ഈ സിനിമയ്ക്ക് എന്തായാലും വേറെ രീതിക്കായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. സിനിമയെ കുറിച്ചും ശരിക്കും അതിന്റെ എന്താണ് ജനങ്ങളോട് പറയാനും ആൾക്കൊരുപാടുണ്ടാവും. കാഴ്ചപ്പാടിനനുസരിച്ച് ഉള്ള വ്യത്യാസങ്ങളായിരിക്കും. പ്രൊഡ്യൂസറും ഒക്കെ സിനിമ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ആളുടെ സിനിമ. പക്ഷേ വലിയ സിനിമാക്കാരുമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള, നമ്മളെ നേരത്തെ AKG സിനിമയൊക്കെ ചെയ്ത ഒരു കൂട്ടുകെട്ടിലൊക്കെ ഉള്ള പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് അറിയാവുന്ന ആളാണ്. ഇപ്പൊ ഉണ്ണി കുറെ കാര്യങ്ങൾ പറഞ്ഞു ഇന്ദ്രൻസേട്ടാ. പുള്ളിയുടെ യാത്രയാണ് പറഞ്ഞല്ലേ, പുള്ളിയുടെ യാത്ര. ആ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അവിടെയൊക്കെ ഒരു വീഴ്ച സംഭവിച്ചാൽ നമുക്ക് ഒരു കൈപിടിച്ച് ഉയർത്താൻ ആരെങ്കിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ വെച്ച് തന്നെ മുന്നോട്ട് പോകണമെന്നാണോ ഒരു ഉപദേശം? അല്ല, ഒരിക്കലും പ്രതീക്ഷിക്കരുതെന്നാ. അതുകൊണ്ടാണ് പരാതി പറയേണ്ടി വരുന്നത്. ചിലർ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, എന്നെ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല. അത് പാഴുവാക്കാം. അങ്ങനെയല്ല, അങ്ങനെ ആരും ഉണ്ടാവില്ല. ആർക്കും നേരമില്ല. എല്ലാവരും ഇങ്ങനെ ഓടുകയാണ്. മക്കൾക്ക് പോലും ചിലപ്പോൾ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ എത്രയോ കാണുന്നുണ്ട് മക്കളെയൊക്കെ പുറത്തയച്ചു വലിയ നിലയിലാണ്, എന്നിട്ടിവിടെ ഒന്ന് പിടിച്ചെഴുന്നേക്കാൻ ആരും കാണത്തില്ല. അത് പ്രവൃത്തിയുടെ ഫലം തന്നെയാണ്. അത് നമുക്കുള്ള നമ്മൾ കരുതുക എന്നുള്ളതല്ല. നമുക്ക് എപ്പോഴും നമുക്കായിട്ട് വെച്ചിരിക്കണം. നമ്മൾ കരുതി ജീവിക്കുക മാത്രമേ ഉള്ളൂ. നമ്മൾ ആർക്കും കുറ്റം പറയാനോ പരാതി പറയണോ നമുക്ക് അവകാശമൊന്നും. കിട്ടിയാൽ കിട്ടുന്നത് ഭാഗ്യമെന്ന് മാത്രമേ ഉള്ളൂ. വളർന്നു വരുന്ന കൃത്യമായിട്ട് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. അവനത് അനുഭവിച്ചതാണ്. അപ്പോൾ അയാൾക്ക് ഇനി അറിയാതെ വീണാൽ വീണെടുത്താണ്. അങ്ങനെ ഒരു കലാകാരൻ വേറൊരുത്തിന് ഒരു വീഴ്ച വന്നാൽ ഇയാൾക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇയാൾക്ക് പോയി നോക്കാം. മറ്റൊരു അനുഭവം ഇല്ലല്ലോ. അനുഭവമുള്ളവർക്കാണ് ഫീൽ ചെയ്യുള്ളൂ. കുണ്ടലപുരാണ് നല്ല സിനിമയാണ്. തിയേറ്ററിൽ പോയി എന്തായാലും കാണില്ല. നമ്മൾ പറഞ്ഞത് പുരാണ പറഞ്ഞോണ്ടിരുന്നത്. അതാണ് നമ്മുടെ പുരാണ പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഈ കുണ്ടല പുരാണത്തിന്റെ കഥകൾ എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് ഒത്തിരി പുരാണം കാണാൻ പറ്റും ഈ സിനിമ കഴിഞ്ഞാൽ. നമ്മൾ അനുഭവിച്ചതും നമ്മൾ അയൽവാസി അനുഭവിച്ചതും നമ്മൾ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ അയൽവക്കത്തുള്ള ചേട്ടനാണോ ഇത്, അല്ലെ അയൽവക്കത്തുള്ള ചേച്ചിയാണോ, അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റിയാൽ ആ സിനിമയുടെ വിജയം വേറെ ആയിരിക്കും. അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംവിധാനം എന്ന് എൻ്റെ ഒരു വിശ്വാസം. അദ്ദേഹത്തിന്റെ നേരത്തെ സിനിമ വെച്ച് ഞാൻ പറഞ്ഞതാണ്. സൂപ്പർ ഹിറ്റ് ആകട്ടെ സിനിമ. എല്ലാവരും കാണണം തിയേറ്ററിൽ പോയിട്ട്. നമ്മൾ എന്തായാലും ഈ സിനിമയുടെ കൂടെ ഉണ്ടാവും. നമുക്ക് ഇത്ര ചെറിയ സിനിമകൾ വിജയിപ്പിച്ചെടുക്കാൻ നമ്മളും ബാധ്യസ്ഥനാണല്ലോ. നമ്മളിവിടെ ഇരുന്ന് നിങ്ങളുടെ ഇന്റർവ്യൂ കൊടുത്തിട്ട് നമ്മൾ വരുമാനം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാനുള്ള മാന്യത കാണിച്ചില്ലെങ്കിൽ നമ്മൾക്ക് എന്ത് മാധ്യമപ്രവർത്തകൻ. ഞാൻ അങ്ങനെ കണക്കൂട്ടുന്ന ആളാണ്. എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഞാൻ പ്രൊഡ്യൂസറിന്റെ അടുത്തും പറയും, ഡയറക്ടറിന്റെ എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് തന്നെ പോകും. അപ്പോൾ സൂപ്പർ ഹിറ്റ് ആകട്ടെ അല്ലേ. ചിരിച്ച മുഖം, രണ്ടും ചിരിച്ച മുഖമാണ്. അത് ആണ് ആ പറയുമ്പോൾ തന്നെ ചിരിച്ച മുഖത്തോടെ അവസാനിക്കുന്നു. ഇതിൻ്റെ എല്ലാ ബിസിനസ്സും നടക്കട്ടെ. ഇതിൻ്റെ 50-ാം ദിവസവും 100-ാം ദിവസവും ഒക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. എന്തായാലും തെറ്റില്ലാത്തൊരു സിനിമയാണ്. പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ പണ്ടത്തെ കാലഘട്ടവും എല്ലാം കൂട്ടി വായിച്ച ഒരു സിനിമയാണ്. ആ ഉള്ളിലെ നീറ്റുകൾ അറിയാൻ ഈ സിനിമ കാണുക.